ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയംവദ കൃഷ്ണൻ, ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പുതിയ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. അതിലെ ഒരു സ്നീക്ക് പീക്ക് വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ലൈഫ് ഓഫ് ചൈതന്യം. ഓർമ്മിപ്പിക്കല്ലേ, ചൈതന്യ. പ്രിയംവദ കൃഷ്ണനാണ് ആ ക്യാരക്ടർ റോൾ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ക്യാരക്ടർ ആലോചിക്കുമ്പോൾ തന്നെ അത് ഞാൻ പറയാം. എന്നെ ചെയ്യും നീ കേസ് നിനക്ക് പേടിയുണ്ടോ? കേസ് ഞാൻ ഏറ്റോളാം. പക്ഷെ നീ കണ്ടുവച്ചൊരു സാധനം വേറെ ആരും കൊണ്ടുവരുത്. അവനോട് ഇവിടെ അങ്ങനെ നിക്കാൻ പറഞ്ഞു. ജീവിക്കാനുള്ളത് ഇവിടെ ഉണ്ടാക്കാലോ. ഇവിടെ നിന്ന മുറം ചെമ്പകത്തിന് മോളെ ഭർത്താവാ. എനിക്ക് വേണ്ടത് ഡബിൾ മോഞ്ഞ ഉള്ളത് പറയല്ല ഗൈസ്. ഈ സിനിമ ഗജേന്ദ്ര ഗുണ്ടായതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച വൺ ഓഫ് ദ റീസൺ ഈ ആക്ട്രസിൻ്റെ പെർഫോമൻസ് കൂടെയാണ്, ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കൂടെയാണ് ചൈതന്യ എന്നുള്ളത്. അതായത് സിനിമയിൽ ഒരു പുഷ്പയിലെ രാഷ്മിയുടെ സെയിം മീറ്റർ പിടിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ രാഷ്മി ആയപ്പോൾ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇത് അൺസഹിക്കബിളാണ്, ടോർച്ചറിങ് ആണ്, ഒരു രീതിയിലും സഹിക്കാൻ പറ്റൂല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഇതിൽ. പറ്റൂല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഓവറായിരുന്നു. ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ഓവറായിരുന്നു, വെറുപ്പിക്കലായിരുന്നു. എന്ത് ചെയ്ത് കൂട്ടുന്നു. ഇപ്പോൾ പറയണല്ലേ, എനിക്ക് ഡബിൾ മോഹനൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അത് ആ ഡയലോഗിലും വെറുപ്പിക്കലുണ്ട്. ഒരു തൻ്റെ ഇടം കാണിക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷത്വം പോലെ കാണിക്കുക, അങ്ങനെ ഒരു മാസ് അപ്പീലിൽ വരിക എന്നുള്ളതാണ്. പക്ഷെ മാസാണ് ശ്രദ്ധിച്ചതെങ്കിൽ, അല്ലെങ്കിൽ മാസിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ കട്ട വെറുപ്പീലായിട്ടുണ്ട്. സത്യം. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. കണ്ടവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇവൻ തോക്കുന്നല്ലേ, നീ തോക്കുന്നുള്ള പേടിയാണ്. നീ തോറ്റാ ഞാൻ വെറും ചോലക്കിലെ ചെമ്പകത്തിന്റെ മോളാ. പക്ഷെ എനിക്ക് ഡബിൾ മോഹനന്റെ ഭാര്യയായിട്ട് ഈ മറയൊട്ടാണ് കൂടെ നെഞ്ചു വിരിച്ച് നടക്കണം. കണ്ടില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് പടവെട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. ഒരൊറ്റ ചുവട് പിന്നോട്ട് വയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കരുത്. റണ്ണിങ് സക്സസ്ഫുള്ളി ഇൻ സിനിമാസ് എന്ന് തള്ളണണ്ട. സത്യം ഗൈസ്, ആ ക്യാരക്ടർ സിനിമ കണ്ടവർക്കറിയാം. ആ ക്യാരക്ടറിൻ്റെ ആ ഒരു നെഗറ്റീവ്നെസ് ആണ്. അതായത് ആ ഡയലോഗൊക്കെ നിങ്ങൾ വിചാരിക്കും സിനിമയിലുള്ള ഒരു മാസ് അപ്പീൽ ഡയലോഗ്, അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരുമാതിരി ചെയ്തിറക്കിയതുപോലെ, അതായത് പൃഥ്വിരാജ് ഗുരുവായിട്ട് വണ്ടിയിൽ പോകുമ്പോൾ വില്ലന്മാർ വന്ന് തടയുമ്പോൾ വില്ലന്മാരെ ചവിട്ടുന്ന സീന്. അതെന്താണ് ഫീമെയിൽ ഓറിയൻറ്റഡിന് ചവിട്ടിക്കൂടെ എന്നല്ല, എന്ത് വേണം ചെയ്യാം. പക്ഷെ അത് നമുക്കും കൂടെ വർക്കൗട്ട് ആവണം. കാണുമ്പോൾ നമുക്കും കൂടെ ആ ഒരു ഫേവറിസം തോന്നണം. പക്ഷെ ഇതൊന്നും അതിൽ തോന്നാറില്ല. ആ സീന് എല്ലാം, ആ ഡയലോഗ് ഇത് ഡെലിവറി ആയാലും നോട്ടവും എല്ലാം പക്ക വെറുപ്പിച്ചിട്ടുണ്ട്. അതായത് രാഷ്മികയെ വെറുപ്പിച്ചപ്പോൾ ഭൂലോക വെറുപ്പിക്കലാണെന്നൊക്കെ പുഷ്പയിൽ പറഞ്ഞു. അതുപോലത്തെ ഒരു സാധനം ഇതിലുമുണ്ട്. സെയിം മീറ്റർ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. നീ ഒരിടത്ത് തോക്കാൻ പാടില്ല, എൻ്റെ ആഗ്രഹമായിരിക്കണം നീ ജയിക്കണത്, നീ ആർക്കും കുനിഞ്ഞു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, എല്ലായിടത്തും നീ എന്നെ ജയിച്ചിരിക്കണം, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മകളായിട്ട് നിൽക്കേണ്ട, നിൻ്റെ ഭാര്യയായിട്ട് നിന്നാൽ മതി. അങ്ങനെയൊക്കെ ഒരുപാട് വെറുപ്പിക്കുന്ന ഡയലോഗ്സും, അതും സെക്കൻഡ് ഹാഫിൽ അങ്ങ് വലിച്ച് നീട്ടി കൊണ്ടുപോകാണ്. അവസാനം ഈ മലയിലേക്ക്, മലയുടെ പേര് ഒരു സിനിമ കണ്ടവർക്കറിയാം, ഒരു മല വഴിയിടാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ ഒരു ചെറിയ പോരാട്ടങ്ങളൊക്കെ. അതിൽ ചൈതന്യ മലയെന്ന് പേരിടുന്നു. പിന്നെ അവിടെ പോയി ട്രൈബൽ ആൾക്കാരൊക്കെ ഇവളെ ദേവി അല്ലെങ്കിൽ ഇവളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി ഇവളെ ഇനിയും എല്ലാവർക്കും മാതയാണ്, അമ്മയാണെന്നുള്ള രീതിക്കുള്ള ഇതിൽ ഇവർ നടുക്ക് കൂടെ നടത്തിപ്പിക്കുന്നു. ആ സീനൊക്കെ പക്ക ബോറിങ് ആയിരുന്നു. ഒരു ഗ്ലോറിഫിക്കേഷനും ഇല്ല, ചുമ്മാ തട്ടിമറക്കിയായിരുന്നു ആ സീൻസൊക്കെ. മൊത്തം വെറുപ്പിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ എനിക്ക് കുറച്ചുകൂടെ അരോചകമായിട്ട് തോന്നിയത് പൃഥ്വിരാജിൻ്റെ മേക്കപ്പാണ്. മേക്കപ്പ് മാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരു പിടിയും കിട്ടില്ല. എന്ത് ഊളം മേക്കപ്പാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്.
ഒരു രീതിയിലും കാണാൻ പറ്റും. പക്ഷെ ഡബിൾ ട്രബിൾ സോങ് എന്ന ഒരു പ്രോമോ എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം ചെയ്ത ആ പാട്ടിലെ കോസ്റ്റ്യൂം, അല്ലെങ്കിൽ കോസ്റ്റ്യൂം വേണ്ട, മേക്കപ്പ് ആയിരുന്നു. പിന്നെയും ഇത് ഒരുമാതിരി ചന്ദനക്കളത്തുകാരന് ചന്ദനം തേച്ചു കൊടുത്തെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതിൽ നെടിയാണ് ഉദ്ദേശിക്കാൻ പറയുന്ന ലൈഫ് ഓഫ് ചൈതന്യ. ലൈഫ് ഓഫ് ചൈതന്യ വിലായത്ത് ബുദ്ധയായിട്ട് ഒരു ബന്ധവുമില്ല, വെറുപ്പിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ട്.